യാമീസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വൈകിട്ടായപ്പോൾ പിള്ളേർക്ക് എല്ലാവർക്കും ഭയങ്കര വിശപ്പ്. പിള്ളേർക്ക് മാത്രമല്ല എനിക്കും വിശപ്പായിരുന്നു. അപ്പോൾ പാട്ടയൊക്കെ നോക്കിയപ്പോൾ പാട്ടയിലൊന്നുമില്ല. അപ്പോൾ 2 ദിവസത്തിന് മുന്നേ നമ്മൾ വാങ്ങിച്ചിട്ടിരുന്ന നൂഡിൽസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ നൂഡിൽസിൻ്റെ പേര് ഹക്ക നൂഡിൽസ് എന്നാണ് കേട്ടോ. ഇത് ഗോതമ്പ് മാത്രം ചേർന്നുണ്ടാക്കുന്ന നൂഡിൽസ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ ഞാൻ എൻ്റെ വീട്ടിൽ നൂഡിൽസ് ഒന്നും വാങ്ങിച്ചിട്ടില്ല, ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത്. അങ്ങനെ 500 ഗ്രാമിൻ്റെ നൂഡിൽസാണ് ഞാനിത് വാങ്ങിച്ചത് കേട്ടോ. അങ്ങനെ ഇപ്പം നമുക്ക് ഒരു ഉരുളി എടുത്ത് വെച്ചതിന് ശേഷം അതിലോട്ട് ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ സൺഫ്ലവർ എണ്ണയും കൂടെ നമുക്ക് അതിലോട്ട് ഒഴിക്കാം. അങ്ങനെ സൺഫ്ലവർ എണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നമുക്ക് ഒഴിക്കാം. കാരണം ഈ നൂഡിൽസ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് എണ്ണ ഒഴിക്കുന്നത്. അതിന് ശേഷം നമുക്ക് ഇതിലോട്ട് 250 ഗ്രാം നൂഡിൽസ് പൊട്ടിച്ചിട്ട് ഒരു 3/4 ഭാഗം വെന്തതിന് ശേഷം നമുക്ക് ഊറ്റപ്പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ആ ഉരുളി തന്നെ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ആ ഉരുളി എടുത്തത്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ നൂഡിൽസ് ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് ഞാൻ പിന്നീടാണ് കാണുന്നത് കേട്ടോ. അതിനുശേഷം നമുക്ക് ആ ഉരുളിയിലോട്ട് 1 ടീസ്പൂൺ സൺഫ്ലവർ എണ്ണ ഒഴിച്ച് നേരത്തെ കുനുകുനാന്ന് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്ത് ഒരു ചുമന്ന കളറാവുന്നത് വരെ, വെളുത്തുള്ളി ഒരു ചുമന്ന കളറാവുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. അതിന് ശേഷം കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ട് അതിലോട്ട് ഇടാനായിട്ട്. ഒരുപാടൊന്നുമില്ല എൻ്റെ കയ്യിൽ. 1 തക്കാളി, 1 സവാള, 2 ക്യാരറ്റ്, ക്യാബേജ്, ഇത് ഇത്രയാണ് എൻ്റെ കയ്യിലുള്ള. നമുക്ക് എന്ത് വെജിറ്റബിൾസ് ഉണ്ടെങ്കിലും നമുക്ക് ഇതിലിടാം. കാരണം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ഫുഡായിട്ടല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്. ക്യാപ്സിക്കോ എന്ത് വേണമെങ്കിലും ഇടാം. ഞാൻ എരിവ് കിട്ടാൻ വേണ്ടി 1 പച്ചമുളക് കൂടെ അതിലോട്ട് കീറിയിട്ടായിരുന്നു. അതിനുശേഷം അതും കൂടെ ഒരു 2 അല്ലെങ്കിൽ 1.5 മിനിറ്റോ മാത്രമേ കുക്കാവാൻ പാടുള്ളൂ. കാരണം നൂഡിൽസിൻ്റെ കൂടെ നമുക്കൊന്ന് കടിച്ചാൽ കിട്ടുന്ന രീതിയിൽ മാത്രമേ വെജിറ്റബിൾസ് വെന്ത് കിട്ടാൻ പാടുള്ളൂ. ഒരുപാടൊന്നും വെന്ത് കിട്ടാൻ പാടില്ല. അതിനുശേഷം നമുക്ക് അതിൻ്റെ നടുവിലായിട്ട് ഒരു 3 മുട്ട ഒട്ടിച്ചൊഴിച്ച് ഈ വെജിറ്റബിൾസും എല്ലാം കൂടെ ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് ഒരു 3-4 മുട്ടയൊക്കെ ഒഴിക്കുക. ഞാനിപ്പോൾ അതിലിപ്പോൾ ഒരു 3 മുട്ടയെ ഒഴിച്ചിട്ടുള്ളൂ. അതിന് ശേഷം നല്ലോണം ഒന്ന് വെജിറ്റബിൾസിൻ്റെ കൂടെ മുട്ടയെല്ലാം ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന നൂഡിൽസും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇളക്കിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ മോൾ ഭയങ്കര ചിരിയായിരുന്നു. കാരണം എൻ്റെ കയ്യിൽ ഇളക്കേണ്ട സാധനങ്ങളൊന്നുമില്ല. കാരണം നൂഡിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വിളിച്ച് അങ്ങോട്ട് പോകുന്ന ആളാണല്ലോ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ കണ്ണാപ്പ വെച്ചാണ് ഇളക്കുന്നത്. ഒരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് ഇളക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ശേഷം നമ്മൾ ഇളക്കി തീർന്നതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പ് കുറവായിരുന്നു, ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് അതിൽ 1 ടീസ്പൂൺ സൺഫ്ലവർ എണ്ണയും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കുക. ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ച് സോയാ സോസും അതേപോലെ തന്നെ ഇതുണ്ടല്ലോ ടൊമാറ്റോ കച്ചപ്പും ടൊമാറ്റോ സോസും എല്ലാം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ടൊമാറ്റോ സോസൊക്കെ എൻ്റെ കയ്യിൽ തീർന്നിരുന്നു. കവറൊക്കെ ഒന്ന് പിതുക്കിയൊക്കെ എടുത്താണ് ഞാൻ അതിലോട്ട് ഒഴിച്ചത് കേട്ടോ. അപ്പോൾ എൻ്റെ മോൾ ഭയങ്കര ചിരിയായിരുന്നു അത് കണ്ടപ്പോൾ. അതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണമെന്ന് ചോദിച്ചാൽ എരിവൊന്ന് ബാലൻസായി കിട്ടാൻ വേണ്ടിയാണ്. അല്ലാതെ നമ്മൾ മസാലയിൽ മുളക് പൊടിയോ അല്ലെങ്കിൽ വേറെ ഒരു എരിവുള്ള മസാലയും നമ്മളതിൽ ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഒരു എരിവൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് കുരുമുളക് പൊടി ചേർക്കണത്. അതിന് ശേഷം നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്ത് നൂഡിൽസ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ നമ്മൾ എന്ന് വെച്ചാൽ നമ്മൾ ഇതുവരെ നൂഡിൽസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ എല്ലാവരും പാത്രവും കൊണ്ട് ഇങ്ങനെ വരിവരിയായിട്ട് വന്നു കേട്ടോ കഴിക്കാനായിട്ട്. ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പം എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അതേപോലെ തന്നെ നിങ്ങളതിൻ്റെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. അതേപോലെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ മക്കളെ. ടാറ്റാ. മറ്റൊരു വീഡിയോ വരുന്നതിൽ ടാറ്റാ.